ഒരു കവിതാ വായനക്കാരന്റെ സത്യവാങ്മൂലം എന്താണ്? ഇത് കവിത വായനക്കാരനാണ്, കവിയുടെ സത്യവാങ്മൂലം. ഒരു കവിത വായനക്കാരന്റെ സത്യവാങ്മൂലം. കവിത എനിക്ക് അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. ചെരുപ്പ് എനിക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. കവിത എനിക്ക് അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. ചെരുപ്പ് എനിക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. ചെരുപ്പിടാതെ നടക്കാനാവുമെന്ന് പറയാമെങ്കിലും ചെരുപ്പിടാതെ എനിക്ക് നടക്കാനാകില്ല. അതുകൊണ്ട് ചെരുപ്പ് ഞാൻ സൂക്ഷിച്ചു വാങ്ങുന്നു. എൻ്റെ പാദത്തിൻ്റെ കൃത്യമളവിൽ, എൻ്റെ നടത്തത്തിന് അനുയോജ്യമായ വിധത്തിൽ. കവിത അങ്ങനെയല്ല. എൻ്റെ മനസ്സിൻ്റെ അളവിലുള്ള കവിത എനിക്ക് ബോധിക്കാറില്ല. ഇത്തിരിയെങ്കിലും വലുതായിരിക്കണം അത്. എൻ്റെ നഗരത്തിൽ മണ്ണില്ല എന്ന് ഉറപ്പിക്കുമ്പോൾ എൻ്റെ ചവിട്ടിക്കടിയിലെ മണ്ണ് അത് കാണിച്ചു തരണം. ഞാൻ പഠിച്ച സമവാക്യങ്ങൾ അസമവാക്യങ്ങളായിരുന്നു എന്ന് പറയണം. കവിതയെ ഞാൻ സ്നേഹിക്കുന്നൊന്നുമില്ല, വെറുപ്പ് പോലും ഉണ്ട്. ഫ്രിഡ്ജ് കവിത വായിച്ചാൽ അത് ഗ്യാസ് സ്റ്റവ് ആകുമെന്ന് പേടിച്ച്, വാഷിംഗ് മെഷീൻ കവിത വായിച്ചാൽ അത് കക്കൂസാകും എന്ന് പേടിച്ച്, നായ്ക്കുട്ടി കവിത വായിച്ചാൽ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അത് ഞങ്ങളെ കടിച്ച് തിന്നേക്കും എന്ന് പേടിച്ച്, വെള്ളം കവിത വായിച്ചാൽ അത് സൾഫ്യൂരിക് ആസിഡ് ആകുമെന്ന് പേടിച്ച്, കൊതുക് കവിത വായിച്ചാൽ അത് മൂർഖനാകുമെന്ന് പേടിച്ച്, അല്ലെങ്കിൽ എൻ്റെ അമ്മയെപ്പോലെ കവിതയെ കൈകാര്യം ചെയ്യുക. അവർ ജീവിതകാലം മുഴുവൻ കവിത വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവർക്കറിയില്ലായിരുന്നു കവിത വായിക്കുകയാണെന്ന്, പ്രാർത്ഥിക്കുകയാണെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. എങ്കിലും വളരെ ചിലപ്പോൾ നമ്മുടെ ആത്മാവ് നന്നായി കുറയുമ്പോൾ ആരോടെങ്കിലും മനുഷ്യപ്പേ ചെയ്യാൻ ആവശ്യപ്പെടാൻ നമുക്കൊരു ആപ്പ് വേണം. അത് ഡൗൺലോഡ് ചെയ്യുന്നതിനെയാണ് കവിത എന്ന് പറയുന്നത്. നമുക്ക് കാശ് പോകുമ്പോൾ ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ ആത്മാവ് പറയുമ്പോൾ ഇത്തിരി മനുഷ്യപ്പേ ആരെങ്കിലും ചെയ്യണം. അതാണ്